സ്ഥിരമായിട്ട് ഒരു താരത്തിന് ഇങ്ങനെ പരിക്കുകൾ പറ്റുമ്പോൾ അത് വകവെക്കാതെ ഒരു ലോകകപ്പ് പോലുള്ള വേദിയിലേക്ക് ആ ഒരു താരത്തെ മാത്രം പ്രതീക്ഷിച്ചെങ്ങാണ്ട് ഒരു 11 സെറ്റാക്കുന്നത് ബ്രസീലിന് മാത്രമല്ല, നെയ്മറിൻ്റെ കാര്യത്തിന് മാത്രമല്ല, ഏതൊരു ടീമിനെ ക്ലബ് ലെവലായിക്കോട്ടെ നാഷണൽ ലെവലായിക്കോട്ടെ ആ ഒരു ടീമിൻ്റെ ഒരു മോശം തീരുമാനമായിരിക്കും അല്ലേ. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല പരിശീലകർ വന്നിട്ടും കാര്യമില്ല. നെയ്മർ ജൂനിയർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള താരങ്ങൾക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. നെയ്മർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സഹതാരങ്ങൾക്ക് വരെ കിട്ടുന്ന ഉന്മേഷവും ആവേശവും കളത്തിനകത്തും പുറത്തും അവർ തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ആ ഒരു ടീമിന് മൊത്തം ഒരു എനർജിയാണ് നെയ്മർ കളത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ. പക്ഷേ നിർഭാഗ്യവശാൽ നിരന്തരമായിട്ട് പരിക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നെയ്മറിനെ പോലുള്ള ഒരു താരത്തെ അല്ലെങ്കിൽ നെയ്മറിനെ മുന്നിൽ നിർത്തിയിട്ട് ഒരു വേൾഡ് കപ്പ് സ്വപ്നം കാണുന്നത് ഒരുപക്ഷെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം തീരുമാനമായിരിക്കും. നെയ്മർ കളിച്ചാൽ കളിച്ചു എന്നുള്ളൊരു തീരുമാനത്തിൽ വെക്കേണ്ടി വരും. നല്ലൊരു 11 അല്ലെങ്കിലും സെറ്റാക്കേണ്ടി വരും. അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. നെയ്മർ ഇല്ലാതെ ഒരു മികച്ച 11 സെറ്റാക്കുന്നത്. ഓൾറെഡി വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, റാഫിൻ്റെയുണ്ട്, നല്ല താരങ്ങൾ, യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾ അനവധി ബ്രസീലിലുണ്ട്. പക്ഷെ നെയ്മർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നെയ്മർ ഉണ്ടെങ്കിൽ ആ ടീം ഒരു പൂർണ്ണതയാകുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ, അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നില്ല. അദ്ദേഹം പരമാവധി തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം നാഷണൽ ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി അതായത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പകരം ഹെൻഡ്രിക്കിനെ തിരഞ്ഞെടുത്തു, ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ളതൊക്കെ. എന്ത് ചെയ്യാനാ, അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ളൊരു ഇഞ്ചറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇനിയുള്ള പുതിയ താരങ്ങൾക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം ഒരു ടീമിലെ പ്രമുഖ താരത്തിന് എപ്പോഴും പരിക്കിൽ നിന്ന് വിട്ടുമാറാൻ കഴിയുന്നില്ല. തിരിച്ചുവരവിൻ്റെ വക്കലെത്തിയാലും അടുത്ത ഇഞ്ചറിയിലേക്ക് പോയി. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീമിനെ, നെയ്മർ ഇല്ലെങ്കിലും മികച്ചൊരു ടീമുമായിട്ട് അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു ടീമിനെ സെറ്റാക്കൽ നിർബന്ധമാണ്. നെയ്മർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടീം 100% പെർഫെക്റ്റാണ്. ഇനി അദ്ദേഹം ഇല്ലെങ്കിലും ഒരു മികച്ച ഒരു 11 സെറ്റാക്കൽ ബ്രസീലിന് അനിവാര്യമായ കാര്യമാണ്.